രസമായി തോന്നിയത് ഇന്നത്തെ യാത്രയിൽ അവിടെ എത്തിയതിന് ശേഷം ആ ക്ലാസ്സാണ്. എന്ത് ഭംഗിയായിട്ടാണ് അദ്ദേഹം അത് ഒരുക്കിക്കണേ എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി നമ്മളൊരു ഉദ്ഘാടനത്തിന് പോവാണ്. ഒരു കളരി ക്ലാസ്സിൻ്റെ ഉദ്ഘാടനമാണ്. പുതുക്കാടാണ് വരുന്നത്. നമുക്ക് ഇന്നത്തെ വ്ളോഗ് കളരി ക്ലാസ്. ഓക്കെ, നോക്കാം. ഇവിടെയാണ് നമ്മുടെ കളരി ക്ലാസ് നടക്കുന്നത്. ഇവിടെ എന്നും യോഗ ക്ലാസ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്തുള്ള ഭാഗത്ത് ഉള്ള ആൾക്കാർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എന്താ സംഗതി? ഇതൊരു പേരാണ്. അപ്പോൾ അത് മണീനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അത് ഒരു ഞായറാഴ്ച, പൗർണമി ഞായറാഴ്ച അത് പടയിലിട്ടിട്ട് മന്ത്രം പറഞ്ഞ് വയ്ക്കും. പിറ്റേ ദിവസം കാപ്പ് കെട്ടി വയ്ക്കും. പിറ്റേ ആഴ്ച പൊങ്കലൊക്കെ വെച്ചിട്ട് ഉറുമ്പ് കഴിച്ചെങ്കിൽ മാത്രം എടുത്തിട്ട് വടക്ക് പോണ പേരിട്ടു. വടക്ക് പോണ പേരെടുത്ത് മന്ത്രം 108 പ്രാവശ്യം പറഞ്ഞു. അത് 1008 പ്രാവശ്യം ഉരുവിട്ടിട്ട് പൂജയിൽ വെച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൽ കയറ്റി മണി പ്രാണപ്രതിഷ്ഠ നടത്തി. പുതുക്കാടാണ്. പുതുക്കാട് പള്ളിയുടെ അടുത്ത് നിന്ന് ഏകദേശം 300 മീറ്റർ അടുത്തായിട്ടാണ് വരും. ഋഷി യോഗ സെൻറ്ററിലാണ് പുതിയ കളരി ക്ലാസ്. അപ്പോൾ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ്. അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവർ വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. ഏജ് ലിമിറ്റ് ഇല്ലല്ലോ? ഇല്ല, ഏജ് ലിമിറ്റ് ഇല്ല. ആർക്കും ആണെങ്കിലും പഠിക്കാം. അങ്ങനെ കളരിക്ക് പ്രത്യേകിച്ചൊരു വയസ്സൊന്നും പറയണില്ല. ഒരു 8 വയസ്സ് മുതൽ മുകളിലേക്ക് ആർക്കും ആണെങ്കിലും പഠിക്കാം. ഈ കോൺടാക്ട് നമ്പർ ഉണ്ട് പറഞ്ഞു. 7034876546 ആണ് നമ്പർ. ആര് വിളിച്ചാൽ നമുക്ക് ക്ലാസ്സിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ആംബിയൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഇവിടെയാണ് നമ്മുടെ കളരി ക്ലാസ് നടക്കുന്നത്. ഇവിടെ എന്നും യോഗ ക്ലാസ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്തുള്ള ഭാഗത്ത് ഉള്ള ആൾക്കാർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഈ കാണുന്നതാണ് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന പാലിയക്കര ടോൾ പ്ലാസ. നല്ല തിരക്കാണ് ഇവിടെ. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല തിരക്കാണ്. 2 വീലറിനൊക്കെ ഫ്രീ ആയിട്ട് പോവാം. എങ്കിലും ഇത്തിരി സമയം പോകുന്ന ഒരു വഴി കൂടിയാണിത്.
നിർത്തി ഒരു ചായ കുടിച്ചു. നല്ല ഉന്മേഷം തോന്നി ആ ചായക്ക്. ശരിക്കും ഭയങ്കരമായിട്ട് രസമായി തോന്നിയത് ഇന്നത്തെ യാത്രയിൽ അവിടെ എത്തിയതിന് ശേഷം ആ ക്ലാസ്സാണ്. ഇത് ഭംഗിയായിട്ടാണ് അദ്ദേഹം അത് ഒരുക്കിക്കണേ എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റാണ്. ഒരുപാട് പൈസ ചിലവാക്കിയിട്ടൊന്നുമല്ല, ആൾ തന്നെ സ്വന്തം കൈകൊണ്ട് അതുപോലെ അവിടെ നിന്നിരുന്ന ഒരു റെഡ് ചുരിദാറിലുള്ള ചേച്ചിയാണ് ആ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ പറഞ്ഞാലും രസകരമായിട്ടാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അഭിപ്രായം നിങ്ങൾ കമൻറ്റ്. ശരി, അടുത്ത വ്ളോഗിൽ കാണാം.